നമസ്കാരം. അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നലെ ഒരു ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടിന്റെ സൈഡിലായിട്ട് ഒരു മുള്ളുമുരിക്ക് നിൽപ്പുണ്ടായിരുന്നു. 2-3 ദിവസങ്ങളായിട്ട് ആ മുള്ളുമുരിക്കിന്റെ വളർച്ച അങ്ങ് ഭയങ്കരമായിട്ട് അതിക്രമിച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചാഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ വീടിന് മുകളിലേക്ക് ഏതെങ്കിലും ഒരു മരം ചാഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീടിന് ഭീഷണിയാണ്. ഉടനെ തന്നെ അവിടെ നിന്ന് വെട്ടിമാറ്റണം. അപ്പൊ ആ മുള്ളുമുരിക്ക് വെട്ടിമാറ്റുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നത് കൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ ലൂപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് കരകയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മീഡിയയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. തയ്യാറല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ക്ഷീണിച്ചു പോകും, നമ്മൾ ടയേർഡാകും, നമ്മൾ ഫെയിലാകും, പിന്നെ നമുക്കൊരു കരകയറ്റം ഉണ്ടാവത്തില്ല. നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾഡായിട്ട് നമ്മൾക്ക് നേരെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല, നമ്മൾ ഒളിച്ചോടേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക. നമ്മൾ സത്യസന്ധരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ ഒപ്പം നിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു സഞ്ചാരത്തിലാണല്ലേ. ഈ ലൈഫ് എന്ന് പറയുന്നതേ ഒരു യാത്രയാണ്, എവിടേക്കോ ഉള്ളൊരു യാത്ര. പലർക്കും അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടാവും. ഒരു ഗോളിലേക്കായിരിക്കും എപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരു സ്ഥലം, നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ പല പാതകൾ സ്വീകരിക്കും. ഓരോ വ്യക്തിയും ആ വ്യക്തിയുടേതായിട്ടുള്ള മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ പാതകൾ അവർ സ്വീകരിക്കും. ഈ പാത എന്ന് പറയുന്നത് സുഗമമായിട്ടുള്ള പാതയായിരിക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരുപാട് ദുർഘടം പിടിച്ചിട്ടുള്ള പാതയായിരിക്കും. കല്ലും മുള്ളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാട് നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. കാട് നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വിഷപ്പാമ്പുകളും വിഷജന്തുക്കളും ഒക്കെ നമ്മളുടെ നേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എത്തും. വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ എത്തും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തളർന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. യാത്ര പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തളർന്നു പോകുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെയും യാത്ര തുടരാൻ വേണ്ടിയിട്ട് പറ്റും. സത്യസന്ധരല്ലാത്ത ആൾക്കാർക്ക് ആ യാത്ര ഒരിക്കലും തുടർന്നു പോകാൻ പറ്റത്തില്ല. അവർക്ക് യാത്ര പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അവര് ഫെയിലാകും. സത്യമുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്നു പോവുക. ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് കല്ലും മുള്ളുകളും എൻ്റെ പാതയിലുണ്ട്. ഒത്തിരി മുള്ളൊക്കെ കൊണ്ടിട്ടുണ്ട്. പക്ഷെ മുള്ളു കൊള്ളുന്നതൊന്നും നമുക്കൊരു വിഷയമില്ല. ഞാനിങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് എൻ്റെ കാലിൽ ഒരു വിഷസർപ്പം കൊത്തി. ഞാൻ വിചാരിച്ചു കൂടിയ ഇനം വിഷമുള്ളതാണെങ്കിലേ എൻ്റെ ജീവന് തന്നെ ആപത്താണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷസർപ്പങ്ങൾ നമ്മളുടെ നേരെ ചീറ്റുമ്പോഴോ കൊത്തുമ്പോഴോ ഒക്കെ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പല വഴികളിലൂടെ ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്, സൈഡിലത്തെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ കരുതിയിരുന്നത് ഈ ആളുകളൊക്കെ തന്നെ എന്നെ തള്ളിപ്പറയും, എന്നെ ഒറ്റപ്പെടുത്തും എന്നാണ്. പക്ഷേ എൻ്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ സത്യസന്ധത ആയതുകൊണ്ടും എൻ്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടും എൻ്റെ ഒപ്പം സഞ്ചരിച്ചവരും അപ്പുറത്തെ വഴിയിലൂടെ സഞ്ചരിച്ചവരും ഇപ്പുറത്തെ വഴിയിലൂടെ സഞ്ചരിച്ചവരും എല്ലാ വഴിയിലൂടെ സഞ്ചരിച്ചവരും എന്നെ എന്ത് ചെയ്തു? എന്നെ സപ്പോർട്ട് ചെയ്തു. മനസ്സിലായോ? അതാ സത്യസന്ധരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അത് വിഷസർപ്പമോ കൂടിയ ഇനം വിഷമുള്ള സർപ്പമോ ഒന്നും ആയിരുന്നില്ല. വെറും ഒരു നിസ്സാരപ്പെട്ടൊരു ഞാഞ്ഞൂലായിരുന്നു. അപ്പോൾ ഇത്തരം ഞാഞ്ഞൂലുകൾ പലപ്പോഴും നമ്മളുടെ നേരെ ചീറി അടുക്കാൻ വേണ്ടിയിട്ട് വരും. ഒരിക്കലും പേടിക്കരുത്, ഭയപ്പെടരുത്. അതായത് സത്യം വിളിച്ച് പറയുന്നവരെ അല്ലെന്നുണ്ടെങ്കിൽ സത്യം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നവരെ എപ്പോഴും സമൂഹത്തിന് ഭയമാണ്. അപ്പോൾ സത്യം വിളിച്ച് പറയുന്ന സമയത്ത് പല തിരിച്ചടികളും നേരിടേണ്ടി വരും. അപ്പോൾ അത്തരം തിരിച്ചടികൾ നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ സത്യം വിളിച്ച് പറയാവുള്ളൂ. പലരുടെയും ഉടായ്പകളും കള്ളക്കളികളും കള്ളക്കഥകളും ഒക്കെ നമ്മൾ തുറന്നു കാട്ടുമ്പോൾ നമ്മൾക്ക് നേരെയും പല പല ആരോപണങ്ങളും ഉണ്ടാവും. നമ്മൾ ആ ആരോപണത്തിൽ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ കുലുങ്ങേണ്ട കാര്യമില്ല, ഉറച്ചു നിൽക്കുക. അതായത് നമ്മളുടെ ബേസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മളൊരു വീട് പണിയാണ്. വീട് പണിയുമ്പോൾ മേസ്തിരി ഏറ്റവും ആദ്യം സ്ട്രോങ് ആക്കുന്ന ഒരു സ്ഥലം എന്താണ്? ബേസ് ആണ്. ബേസ് എന്ന് പറയുമ്പോൾ അടിത്തറ.
അടിത്തറ നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ വീട് കുലുങ്ങാതെ നിൽക്കും. എത്ര വലിയ നാച്ചുറൽ കെലാമിറ്റി വന്നു കഴിഞ്ഞാലും ആ വീട് കുലുങ്ങാതെ അവിടെ നിൽക്കും. സത്യമല്ലേ? അപ്പോൾ ഒരു മനുഷ്യന്റെ ബേസ് എന്താണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടിത്തറ ആരാണ്? എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബവുമാണ് എൻ്റെ അടിത്തറ. ആ മാതാപിതാക്കളും കുടുംബവും എൻ്റെ അടിത്തറ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ സംസ്കാരം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ വളർന്നു വന്ന രീതിയും ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങളുമൊക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ, നന്മ നിറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് കുലുക്കം ഉണ്ടാവണോ? ഇല്ല, ഞാൻ കുലുങ്ങത്തില്ല. ഞാൻ അങ്ങനെ തന്നെ നിൽക്കും, ധൈര്യത്തോടെ ബലമായിട്ട് തന്നെ നിൽക്കും. കാരണം എൻ്റെ അടിത്തറ സ്ട്രോങ് ആണ്. ഞാൻ നല്ല രീതിയിലാണ് വളർന്നു വന്നത്. ഞാൻ നല്ല കാര്യങ്ങളാണ് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചത്. എൻ്റെ മാതാപിതാക്കൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും എന്നെ തള്ളി പറയുന്ന മാതാപിതാക്കളല്ല. അവർക്ക് എന്നെ നല്ല വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ട് അവർ സ്ട്രോങ് ആയതുകൊണ്ടും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ സ്ട്രോങ് ആയതുകൊണ്ടും ഞാനിങ്ങനെ നിൽക്കുന്നു. മാത്രമല്ല, ഞാൻ ഈ പ്രവർത്തിക്കുന്ന ഫീൽഡിൽ ധാരാളം ആൾക്കാരുണ്ട്. അപ്പം പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും ഓരോരോ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പല അഭിപ്രായങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകും. എപ്പോഴും രണ്ട് ചേരികളായിട്ട് ആൾക്കാർ തിരിയാറുണ്ട്. നല്ലതിൻ്റെ ഭാഗത്തും ചീത്തയുടെ ഭാഗത്തും ആൾക്കാർ നിൽക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്നെ ഈ ഒരു ഞാഞ്ഞൂല് കടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും എൻ്റെ ഒപ്പം നിന്നു. എല്ലാവരും ഇവിടെ നന്മയുടെ ഭാഗത്താണ് നിന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നന്മയുടെ ഭാഗത്തായിരിക്കും എപ്പോഴും ആൾക്കാർ നിൽക്കുന്നത്. തിന്മ എവിടെയുണ്ടോ ആ തിന്മയെ ആൾക്കാർ എപ്പോഴും തള്ളിപ്പറയും. എന്തൊക്കെ വലിയ ജാട കാണിച്ചാലും, എന്തൊക്കെ ഉടായിപ്പ് കാണിച്ചാലും, ഏതെങ്കിലും ഒരു സമയം എത്തുമ്പോഴെന്താണ്? ആ തിന്മയ്ക്ക് നാശമുണ്ടാകും. അത് മാത്രം എല്ലാവരും ഓർത്താൽ മതി. നമ്മുടെ ബേസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ സഞ്ചരിക്കുന്ന പാത എത്രത്തോളം ദുർഘടമാണെന്നുണ്ടെങ്കിലും, എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിൽ, പല ഭാവത്തിലും പല രൂപത്തിലുമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സമയത്ത് തളർന്നു പോകും. പക്ഷേ ഈ ഒരു വിഷയം കൂടെ ഞാൻ അതിജീവിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഒരു ഞാഞ്ഞൂല് കടിച്ചത് കൊണ്ട് എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതോട് കൂടിയിട്ട് ആ ഭയവും കൂടി ഇല്ലാതെയായി. സത്യത്തിൽ ടോട്ടലി ബെനിഫിറ്റ് ഉണ്ടായത് എനിക്കാണ്. അതായത് ആൾക്കാരുടെ ഉള്ളിലെ നന്മ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു, ആരുടെ ഉള്ളിലാണ് തിന്മയുള്ളതെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു, ആരൊക്കെ നമ്മളുടെ ഒപ്പം നിൽക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ കുറേ തിരിച്ചറിവുകളും, മാത്രമല്ല എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാത്ത പല കാര്യങ്ങളും, പല ധൈര്യവും തൻ്റെടവും ഒക്കെ എനിക്കുണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയത്തിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയതൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം കൂടി ഞാൻ നേരിടാനുണ്ടായിരുന്നുള്ളൂ. ആ ഭാഗ്യം കൂടി ഞാൻ നേരിട്ടു. ചിലപ്പോൾ ചിലർക്ക് ഭാഗ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഭാഗ്യം വരും, ചീത്തയായിട്ടുള്ള രീതിയിലും ഭാഗ്യം വരും. അത് ചീത്തയായിട്ടുള്ള ആൾക്കാരിലൂടെ നമുക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും. അപ്പം ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കുക. നമ്മൾ ഏത് പാതയാണോ സ്വീകരിച്ചത് ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുക. അതിൽ നിന്ന് വ്യതിചലിക്കാതെ ഇരിക്കുക. നമ്മൾ മുറുക്കി പിടിച്ചിരുന്ന വാല്യൂസും നന്മകളുമൊക്കെ എപ്പോഴും മുറുക്കി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വിഷയവുമില്ല, നമുക്ക് പിന്നെ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും.